ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും CPM നേതൃത്വത്തിന് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഉടുമ്പൻചോലയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനെന്ന് അംഗങ്ങൾ. KK ജയചന്ദ്രൻ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് MM മണിക്ക് TM വ്യവസ്ഥയിൽ ഇളവ് നൽകണമായിരുന്നുവെന്നും വിമർശനം ഉയരുകയാണ്. ജെയിനസ് രാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജെയിൻ, ജില്ല മുഴുവൻ തൂത്തുവാരി UDF, അപ്പോൾ സ്വാഭാവികമാണ് വിമർശനങ്ങൾ ഉയരും. നേതാക്കൾക്കെതിരെ, നേതൃത്വത്തിനെതിരെ എന്തൊക്കെയാണ് അണികൾ, പ്രവർത്തകർ, ജില്ലാ ഘടകത്തിന്റെ വിലയിരുത്തൽ എന്തുകൊണ്ട് തോറ്റു എന്നതിന്? ഇന്നലെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നത്. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പ്രധാനമായും ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായ പരാജയം, അതാണ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമായി ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നത്. കാരണം ജില്ലാ കമ്മിറ്റി ആഗ്രഹിച്ചത് MM മണിയെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. ജില്ലയിൽ നിന്ന് നൽകിയ ഏക പേരും MM മണിയുടേതായിരുന്നു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശമായിരുന്നു KK ജയചന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഇതിനോട് വഴങ്ങാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് ആവർത്തിച്ചുള്ള നേതൃത്വത്തിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് KK ജയചന്ദ്രനെ മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റിയും ഒരു ധാരണയിലെത്തിയത്. എന്നാൽ അത് തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. ഈ പരാജയത്തിൻ്റെ, ഉടുമ്പൻചോലയിലെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനാണ്. KK ജയചന്ദ്രൻ അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. മറ്റുള്ളവർക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോൾ MM മണിക്ക് അതിൽ ഇളവ് നൽകിയില്ല. MM മണിയെ ഉടുമ്പൻചോലയിൽ വെട്ടി എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ടായി. ഇതൊക്കെയാണ് ഉടുമ്പൻചോലയിലെ തിരിച്ചടിക്ക് കാരണം എന്നുള്ളതാണ് വിമർശനമായി ഉയരുന്നത്. ദേവികുളത്തെ പരാജയം CPM പ്രതീക്ഷിച്ചതല്ല. അവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് കീഴ്ഘടകങ്ങൾക്ക് വീഴ്ച പറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് CPM-ൽ ഉയർന്നു വന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ രാജേന്ദ്രൻ എഫക്റ്റ് ദേവികുളത്ത് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് വോട്ടുകൾ ചോർന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പീരുമേട്ടിൽ CPM-ൻ്റെ സംഘടനാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചു. പക്ഷേ CPI അവിടെ ദുർബലമായിരുന്നു. അവിടെ ചില നേതാക്കൾ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെയാണ് പരാജയത്തിന് കാരണം എന്നുള്ളതാണ് അഭിപ്രായം. കാര്യങ്ങൾ പറയുന്നത്.